ഞാൻ മോഡൽ സ്കൂൾ ആർട്സ് ക്ലബ് സെക്രട്ടറിയും ബെസ്റ്റ് ആക്ടറുമായിട്ട് പുറത്തു പോയപ്പോൾ മോഹൻലാലും കുറച്ച് കൂട്ടുകാരും വന്നിട്ട് ഒരു നാടകം അഭിനയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കമ്പ്യൂട്ടർ ബോയ് എന്നുള്ള നാടകം സെലക്ട് ചെയ്യുകയും ആ നാടകം സംവിധാനം ചെയ്യുകയും അതിൽ ലാലിൻ്റെ മുഖത്ത് ആദ്യം മേക്കപ്പ് ചെയ്യാനുള്ളൊരു ഭാഗ്യവും എനിക്കുണ്ടായി. ആ നാടകത്തിന് അന്ന് ഫസ്റ്റ് പ്രൈസും കിട്ടി, മോഹൻലാലിന് ബെസ്റ്റ് ആക്ടറും കിട്ടി. അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. പക്ഷെ ഞാൻ ഇപ്പോഴും എൻ്റെ എമോഷൻ എന്ന് പറയുന്നത്, ഇത്രയും അതുല്യ പ്രതിഭയായ നടൻ ഇത്രയും നിങ്ങളുടെ മുമ്പിൽ വെച്ച് അത് ഓപ്പണായിട്ട് പറയുകയാണ്. ഈ കൈവിരലിൻ്റെ ഐശ്വര്യം എന്ന് പറയുമ്പോൾ ധന്യ മുഹൂർത്തം എന്നൊക്കെ പലരും പലയിടത്തു നിന്ന് കള്ളം പറയുമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ധന്യമായ ഒരു എമോഷണലായ ഒരു നിമിഷം ഉണ്ടായിട്ടില്ല. അതിന് എന്നെക്കാളും പ്രായത്തിൽ കുറഞ്ഞ ആളാണെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുകയാണ്. താങ്ക് യു ലാൽ. താങ്ക് യു. ലാൽ, ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ നാടകത്തിൻ്റെ സംവിധാനം ഞാനാണെങ്കിലും 1978 തിരനോട്ടം എന്നുള്ള സിനിമയുണ്ടല്ലോ, അതിൻ്റെ സംവിധാനം, അതിൻ്റെ ആൾക്കാരെ ഒന്ന് പറയാം. എന്തായാലും എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ മുഖത്ത് ആദ്യമായി മേക്കപ്പ് ചെയ്ത ആൾ എൻ്റെ ആദ്യത്തെ സംവിധായകൻ. അത് കഴിഞ്ഞ് കോളേജിലെത്തി. അന്ന് +2 ഒന്നുമില്ല, പ്രീ ഡിഗ്രി സമയത്ത് ഞങ്ങൾ തിരനോട്ടം എന്ന സിനിമ തുടങ്ങി. അതിൻ്റെ സംവിധായകനായ അശോക് കുമാർ ഇതിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. സോ വളരെയധികം ഗുരുത്വമുള്ളൊരു നിമിഷമായിട്ട് ഞാനിതിനെ കാണുന്നു. എന്തായാലും ആ സിനിമ തുടങ്ങി. അതിനുശേഷം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അതിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരെ ആവശ്യമുണ്ടെന്നൊരു പരസ്യം ചെയ്തിട്ട് ലാൽ അവിടെ ചെന്നപ്പോൾ അന്ന് ഉണ്ടായിരുന്നത് സിബി മലയിലും ഫാസിലും പിന്നെ ആരാണോ ജിജോ. എന്തായിരുന്നു അന്നത്തെ ഒരു അനുഭവം ഈ ജഡ്ജസിൻ്റെ മുമ്പിൽ അഭിനയിക്കാനായിട്ട് ചെല്ലുന്ന ഒരു ആദ്യ ആളെന്നുള്ള നിലയിൽ? ഞാൻ അവസാനത്തെ ദിവസമാണ് ഞാൻ എൻ്റെ ബയോഡേറ്റ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു. ഫാസിൽ പറഞ്ഞു, ഇന്ന് രജനീകാന്തൊക്കെ സിനിമകളുടെ സമയമാണ്, അതുപോലെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ്, അതുപോലെയൊക്കെയുള്ള സ്റ്റൈലിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം. ഞാൻ അഭിനയിച്ചു. ആ രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ മാർക്കിടാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സിബിയൊക്കെ തന്ന 2 മാർക്കാണ് 100-ൽ. 2, 3, 4, 5ഒക്കെയാണ്. ഫാസിൽ എനിക്ക് 95 മാർക്ക് തന്നു. ജിജോ എനിക്ക് 97 മാർക്ക് തന്നു. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. നന്ദി.